ഈ പ്രോപ്പർട്ടി ആകെ ആൻസർ 2 ലൈന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൽ E1 എന്ന് പറയുന്നത് Pൻ്റെ ഇമേജാണ്, E2 എന്ന് പറയുന്നത് Pൻ്റെ കേണലാണ്. അങ്ങനെയാണെങ്കിൽ E1 ഡയറക്റ്റ് സം E2 ഈക്വൽ ടു E എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. എന്ന് വെച്ചാൽ E1 പ്ലസ് E2 എന്നുള്ളത് E ആണെന്ന് കാണിക്കണം. E1 ഇൻ്റർസെക്ഷൻ E2 എന്ന് പറയുന്നത് 0 ആണെന്ന് കാണിക്കണം. E1 പ്ലസ് E2 ഈക്വൽ ടു E എങ്ങനെയാണ് കാണിക്കുക? എന്താ ഇത് എഴുതി വെച്ചാൽ മതി. ഇതെന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. E1 എന്ന് പറഞ്ഞാൽ ഇമേജ് ഓഫ് P ആണ്. ഇമേജ് ഓഫ് Pനെ നമുക്ക് എങ്ങനെ എഴുതാം? PE എന്ന് എഴുതാലോ. E എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുക? പ്രൊജക്ഷൻ ചെയ്യാം. ഇനി കേണൽ ഓഫ് Pനെ നമുക്ക് എങ്ങനെ എഴുതാം? കേണൽ ഓഫ് Pനെ നമ്മൾ ഇതിനെ തൊട്ട് മുന്നത്തെ പ്രോപ്പർട്ടി പഠിച്ചു. ഇമേജ് ഓഫ് Pനെ നമുക്ക് കേണൽ ഓഫ് Q ആയിട്ടും കേണൽ ഓഫ് Pനെ നമുക്ക് ഇമേജ് ഓഫ് Q ആയിട്ട് എഴുതാമെന്ന് പറഞ്ഞു. ഞാൻ കേണൽ ഓഫ് Pനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇമേജ് ഓഫ് Q. Qയിൽ ആരാ ഉള്ളത്? I-Pകളാണ്. അപ്പോൾ ഇമേജ് ഓഫ് I-P ആയിട്ട് എഴുതാം. അപ്പോൾ ഇമേജ് ഓഫ് I-P എന്ന് പറയുമ്പോൾ I-Pൻ്റെ പ്രൊജക്ഷൻ അല്ലേ. അപ്പോൾ I-P E എന്ന് എഴുതാം. അപ്പോൾ ഇനി ഇത് ഏഡ് ചെയ്ത് നോക്കിയേ. ഇവിടെ PE ഉണ്ട്, ഇവിടെ I ഇൻറ്റു E വരും, ഇവിടെ ഒരു -PE. PEയും -Pയും ക്യാൻസലായിട്ട് ബാക്കി വരെ ഉണ്ടാവുക E മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ഇവിടെ E. അപ്പോൾ E1 പ്ലസ് E2 ഈക്വൽ ടു E എന്ന് കിട്ടി. ഇനി E1 ഇൻ്റർസെക്ഷൻ E2 ഈക്വൽ ടു 0 എന്ന് കിട്ടണം. അതിനെന്താ ഇത് എഴുതി വെച്ചാൽ മതി. ഇതെന്താ സംഭവം എന്നറിയോ? E1 ഉള്ള ആളാരാ? ഇമേജ് P. ഇമേജ് P ഇൻ്റർസെക്ഷൻ കേണൽ P ആണ് നമുക്ക് 0 എന്ന് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇമേജ് P ഇൻ്റർസെക്ഷൻ കേണൽ P ഈക്വൽ ടു 0 എന്നാണ് കാണിക്കേണ്ടത്. ഇമേജ് Pയിൽ ആരാ ഉള്ളത്? PX ആണുള്ളത്. കേണൽ Pയിൽ ആരാ ഉണ്ടാവുക? P എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുന്നത്? 0ലേക്ക് അല്ലേ. ഇനി ഇമേജ് P എന്ന് പറയുന്നത് എന്താ? കേണൽ Q ആ. കേണൽ Q എന്ന് പറയുമ്പോൾ I-P ഓഫ് X ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ 0 എന്ന് കിട്ടി. അതേപോലെ കേണൽ Pനെ നമുക്ക് എന്ത് ചെയ്താം? ഇമേജ് Q എന്ന്. ഇമേജ് Qയിൽ ആരുള്ളത്? Q എന്ന് പറയുന്നത് I-P ഓഫ് X അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? PX ഈക്വൽ ടു 0 എന്ന് കിട്ടി. I-P ഓഫ് X ഈക്വൽ ടു 0. ഇതാ ഈ രണ്ട് ടേം. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? X മൈനസ് PX എന്ന് വരും. ഇപ്പോൾ നമുക്ക് PX ഈക്വൽ ടു 0 എന്ന് കിട്ടില്ലോ. അപ്പോൾ ഈ ടേം 0 ആയി. അപ്പോൾ ഇതിന് എന്ത് പറയാൻ പറ്റും? X ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ E1 ഇൻ്റർസെക്ഷൻ E2 എടുത്തു കഴിഞ്ഞാൽ അതിലെ ടേം എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ E1 ഇൻ്റർസെക്ഷൻ E2 ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ ഇതെന്താ? E1 ഡയറക്റ്റ് സം E2 ഈക്വൽ ടു E എന്ന് കിട്ടി. ഇപ്പോൾ നമ്മൾ 3 പ്രോപ്പർട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ.